അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. അതിനായി 3 ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ചെറിയും, അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് കറുത്ത മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നീട് ഒരു 150 ഗ്രാം ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചു. പിന്നെ 3/4 കപ്പ് മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് നന്നായി അരിച്ചെടുക്കാം. പിന്നീട് കാരമലൈസ് ചെയ്ത ഇതിലേക്ക് മൈദ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ നട്ട്സൊക്കെ കോരി മാറ്റി അതിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയിട്ട് ഇളക്കി കൊടുത്തതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിലാണ് വേണ്ടത്. പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു കേക്കിൻ്റെ ടിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് അണ്ടിപ്പരിപ്പും ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയും ഇട്ട് കൊടുക്കാം. പിന്നീട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു കുക്കറാണ് ഞാൻ ഇത് ചെയ്യാനായി എടുക്കുന്നത്. അതിലേക്ക് അടിയിലായി ഒരു റിങ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു റിങ് വെച്ച് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തു. ഒരു 45 മിനിറ്റിന് ശേഷം ഒന്ന് കുത്തി നോക്കിയപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ ഇളക്കി മാറ്റി വയ്ക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി നോക്കാം. ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. പാത്രമൊക്കെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായ കേക്കാണ്. അടിപൊളി സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് കേക്ക് റെഡിയായി. എല്ലാവരും അമ്മാസ് വ്ളോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക.